ജയചന്ദ്രൻ ഇപ്പോൾ വി ഡി സതീശൻ പ്ലേറ്റ് മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നത് അടൂർ പ്രകാശിലേക്ക് ചോദ്യം ചെയ്യൽ നീളുമെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ SITയിലുള്ള അവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ അതിജയിക്കാൻ ശ്രമിച്ചു. അത് പൊളിഞ്ഞു വീഴുന്നു. അപ്പോഴാണ് ഈ അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാൽ എന്ത് പ്രശ്നം, അന്ന് പ്രതിയാണോ എന്ന്. അങ്ങനെ അന്ന് പ്രതിയാണോ എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഘട്ടങ്ങളിലും ശബരിമലയിൽ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന സമയത്തും ഒന്നും അദ്ദേഹം പ്രതിയല്ല. അപ്പോൾ അവരാരും കുറ്റക്കാരല്ലല്ലോ അങ്ങനെയാണെങ്കിൽ, അല്ലേ ശ്രീ M ജയചന്ദ്രൻ? അല്ല, ഇതില് ഈ പത്രസമ്മേളനം നോക്കൂ. ഇപ്പൊ ഉമേഷ് പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തുന്ന പൊതു രീതിയുണ്ട് പത്രസമ്മേളനത്തിന്. പത്രസമ്മേളനം നടത്തും, മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും. ഇതെന്താണ്? ഇത് മാധ്യമപ്രവർത്തകരോട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. പതിവില്ലാത്ത രീതിയാണ് ജിംഷാദെ അത്. പ്രത്യേകിച്ചും സതീശനെ പോലുള്ള ആളുടെ ഭാഗത്തു നിന്ന് പൊതുവിൽ കാണാത്തൊരു രീതിയുമാണത്. ആ പതറിച്ച വ്യക്തമാണ്. അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരമില്ലാത്തതിന്റെ ആ ഒരു അസഹിഷ്ണുതയാണ് ആ ചോദ്യത്തിൽ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അതിനെന്താ കുഴപ്പം എന്ന് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതോടെ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ആ കാര്യം പറയുന്നതിന് മുമ്പ് ഒന്ന് നോട്ട് ചെയ്തോളൂ. പക്ഷേ ശ്രീ M ജയചന്ദ്രൻ, ആ യുക്തി ശരിയാണോ? കാരണം ഈ പോറ്റിയെപ്പോലെ ഒരാളിനെ, അങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടറിനെ അന്ന് കയറ്റിയത് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ കേസില്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ എന്തിനാണ് കയറ്റിയത്? ആരാണ് സോണിയാഗാന്ധി എടുത്തു കൊണ്ടുപോയത്? ഒരു രാഷ്ട്രീയ സംബന്ധിയായ കാര്യങ്ങളും പോറ്റിയുമായി ബന്ധപ്പെട്ടില്ല. പിന്നെ എന്തിനാണ് സോണിയാഗാന്ധിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവിടെ അവസരം? അത് ഒരു തവണയല്ല, 2 തവണ. അത് പോറ്റി മാത്രമല്ല, ഗോവർദ്ധനുമുണ്ട്, അടൂർ പ്രകാശ് മാത്രമല്ല, ആൻ്റണിയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആസൂത്രിതമായി 2 തവണ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത്? എന്താണ് ആ പദ്ധതിക്ക് പിന്നിൽ? അത് പ്രസക്തമല്ലേ? 2, അന്ന് ഷെയ്ഡി ക്യാരക്ടറാണെന്ന് അറിഞ്ഞുകൂടാ എന്ന യുക്തി ഇപ്പോൾ ആപ്ലിക്കബിൾ ആണോ? അത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ലേ? ഞാൻ പറഞ്ഞതാണ്, ഇന്ത്യയിൽ തന്നെ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS ചീഫ് മോഹൻ ഭാഗവത് എന്നീ 3 പേര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ VVIP സെക്യൂരിറ്റി, Z+ കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള VVIP ആണ് സോണിയാഗാന്ധി. അവരുടെ ഈ Z+ കാറ്റഗറി സെക്യൂരിറ്റി വരുന്നത് 2017 മുതലാണ്. അതിനു മുമ്പ് വരെ SPGയുടെ വളരെ വിപുലമായ വലയം വേറെ ഉണ്ടായിരുന്നു. 2017 പുതുക്കിയ നിയമപ്രകാരം ഇങ്ങനെയാണ്. എന്നാലും 48 49 പേരുണ്ട് ആ വലയത്തിനുള്ളിൽ. അപ്പൊ അവരെ ആർക്കും കാണാമല്ലോ, എപ്പോഴും കാണാമല്ലോ എന്നൊക്കെ വി.ഡി. സതീശൻ പറയുന്നത് ആരെ പറ്റിക്കാനാണ്? അങ്ങനെ കാണാൻ കഴിയുന്ന ആളെ അല്ല. എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ ഏലസോ ചരടോ എന്തോ കെട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ. അതിന് കോൺഗ്രസിന്റെ വക്താവായി ചർച്ചയിൽ പങ്കെടുക്കുന്ന BRM ഷഫീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അവരുടെ അസുഖത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് അത്രേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഷഫീർ പറയുന്നത് 2017 ഈ കൂടിക്കാഴ്ച എന്നാണ്. പക്ഷെ ആന്റണി തന്നെ പറയുന്നത് 2011 അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള പൊരുത്തക്കേട് തന്നെ 1-2 ദിവസങ്ങളുടെ അല്ല, നിരവധി വർഷങ്ങളുടെ ആണെന്ന് ഓർക്കണം. അതൊരു കാര്യം. പിന്നെ ഈ കെട്ടിക്കൊടുക്കുന്ന സാധനം, ഒരു സാധനം കെട്ടിക്കൊടുക്കണമെങ്കിൽ അതിന് ഇവരുടെ സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ അനുമതി വേണം. കാരണം VVIPയുടെ സെക്യൂരിറ്റിയാണ് അവിടെ നിർവഹിക്കുന്നത്. കെട്ടിക്കൊടുക്കുന്ന സാധനം എന്തെങ്കിലും റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ബോംബാണെന്നുള്ളവർക്ക് പരിശോധിക്കേണ്ടത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് എന്തിനാണ്, എവിടുന്നാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, എന്താണ് ഇത് കിട്ടുന്നതിന്റെ ഉദ്ദേശം, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഇതൊക്കെ അടക്കം വിശദീകരിച്ചാലേ ഇതുകൊണ്ട് അകത്തോട്ട് ചെല്ലാനും അവർ കൈനീട്ടി കൊടുക്കാനും കെട്ടിക്കൊടുക്കാനും ഒക്കെ കഴിയും. ഇതാർക്കാണ് അറിയാത്തത്? എന്നിട്ട് പറയുന്ന ആർക്കും അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ലായിരുന്നു, എങ്ങനെ കിട്ടുമെന്നാണ്. അപ്പൊ അതിന്റെയൊക്കെ പുറകിൽ വളരെ വലിയ ഈ എഫേർട്ട് എടുക്കണം. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണ്. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, കട്ട മുതല് വാങ്ങിച്ചവനും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും ഒരുപോലെയാണ് ഈ കൂടിക്കാഴ്ച തടയപ്പെടുന്നത് സോണിയാഗാന്ധിയുമായി. എന്ത് വിചിത്രമായ സംഗതിയാണത്. പിന്നെ ഈ വിവാദത്തിന് വേണ്ടി ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ഈ കാര്യമുണ്ടോ, താങ്കൾ സൂചിപ്പിച്ചല്ലോ, അന്നൊന്നും പ്രതിയല്ലല്ലോ എന്ന്. അതല്ല സമ്മതിക്കുന്നേ, അതിപ്പോഴും സമ്മതിക്കുന്നു, പ്രതിയല്ല. പക്ഷെ എന്താണ് സന്ദർശന ഉദ്ദേശം എന്നുള്ളത് വെളിപ്പെടുത്താൻ എന്താണ് ഇവർക്ക് മടിയെന്താണ്? അങ്ങനെ SPGയുടെ അനുമതി എങ്ങനെയാണ് വാങ്ങിച്ചതെന്നുള്ളത് പറയാനുള്ള ഏത് വഴിയിൽ കൂടെയാണ് എത്തിയതെന്നുള്ളത് അറിയണ്ടേ?
അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമില്ലേ? ഉണ്ടെന്നേ, അത് പറഞ്ഞേ മതിയാകൂ. അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ 5-ാം തീയതി കൊടുക്കണമല്ലോ, അടുത്ത റിപ്പോർട്ട് കൊടുക്കണം, ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഒരു പ്രശ്നം അവിടെ അവശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഫോറൻസിക് ലാബിന്റെ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SIT 5-ാം തീയതി പറയാൻ സാധ്യതയുള്ളത് ആ റിപ്പോർട്ട് കിട്ടണം. അത് ശാസ്ത്രീയ പരിശോധന ഫലമാണല്ലോ. ആ ശാസ്ത്രീയ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില അന്വേഷണങ്ങൾ കൂടി നടത്താനുണ്ട് എന്ന് പറയുകയും താൽക്കാലികമായി ഈ പറയുന്ന പോലെ 1.5 മാസം ഇല്ലെങ്കിലും 1-2 ആഴ്ച കൂടെ സമയം നീട്ടി കിട്ടാനുള്ള സാഹചര്യ രൂപമാണുള്ളത്. അതിനിടയ്ക്കുള്ള സമയം മതി സൂര്യപ്രകാശിനെ ഇക്കാര്യത്തിൽ മൊഴിയെടുപ്പിക്കാനായിട്ട്. ചോദ്യം ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, മൊഴിയെടുക്കാനായിട്ട് വിളിച്ചു വരുത്താനായിട്ട് മതിയാകും. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ മുമ്പിൽ എത്തിയതെന്നുള്ളത് അടൂർ പ്രകാശിനെ പോലെ തന്നെ ആന്റോ ആന്റണി വിശദീകരിക്കേണ്ടി വരും. സോണിയാഗാന്ധിയിലേക്ക് SIT ചെന്ന് അവരുടെ മൊഴിയെടുക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവര് പറയാൻ ബാധ്യസ്ഥരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി പക്ഷേ ബി ജെ പി അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിക്കെതിരെ. കാരണം സോണിയാഗാന്ധിക്ക് BJP-യുടെ ആരോപണമാണ്, എൻ്റെതല്ല, ഞാൻ അത് ഫോർവേഡ് ചെയ്യുന്നേ ഉള്ളൂ താങ്കളുടെ മുമ്പിൽ. കാരണം BJP-യുടെ ആരോപണം എന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് പുരാവസ്തുവിൻ്റെ ലീഗലൈസായി തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ സോണിയാഗാന്ധിയുടെ ബന്ധുക്കളായി പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സോണിയാഗാന്ധിയും കോൺഗ്രസും ഒക്കെ അറിവോട് കൂടിയാണ് ഇത് കടത്തിയത്. അപ്പോൾ ഏതൊക്കെ അതിര് കടന്ന് പറയുന്ന ആളാണ് സുരേന്ദ്രൻ, എങ്കിൽ പോലും അങ്ങനെ പറയാൻ യുക്തിഭദ്രമായ കാരണങ്ങൾ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ കുഴി ഇവിടേക്ക് എത്തണം, CBI അന്വേഷണം വേണം. നേരത്തെ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ BJP-യും സോണിയാഗാന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശത്തേക്ക് ഇത് പോയി എന്നൊക്കെ ഉള്ള ആരോപണങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ് CBI അന്വേഷണം വേണമെന്ന് BJP-യും പറയുന്നുണ്ട്. അതിനൊന്നും അത്തരം വാദഗതികളൊക്കെ കേവലമായ രാഷ്ട്രീയ ആയിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു പ്രാധാന്യം ഇപ്പൊ അർഹിക്കുന്നില്ല. എന്താണെന്നറിയാമോ? ഈ 17/10 അതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 17-ാം തീയതിയാണല്ലോ പോറ്റി അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ ഹാജരാക്കുന്നത്. അന്ന് ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ബ്രീഫ് ഓഫ് ദ കേസ് ആസ് പെർ ദ FIR. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിട്ടുള്ള സുമാർ 2 കിലോ തൂക്കം വരുന്ന സ്വർണം ചതി ചെയ്ത് വിശ്വാസവഞ്ചന ചെയ്ത് എടുത്ത് 1 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്യോഗസ്ഥരോടും താല്പര്യത്തോടും എന്ന് പറഞ്ഞാണ് FIR മറ്റേ ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ, റിമാൻഡ് റിപ്പോർട്ട്. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് അതിന്റെ ബേസിലാണ് അന്വേഷണങ്ങൾ മുഴുവൻ മുമ്പോട്ട് പോകുന്ന അജിംഷാദെ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്ത് വന്ന ചില കാര്യങ്ങൾ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം 470 ഗ്രാം, പിന്നെ ഒരു 150 ഗ്രാം വീണ്ടെടുത്തത്. അതടക്കം നോക്കിയാലും ഇനി ഏതാണ്ട് 1300-ൽ പരം ഗ്രാം സ്വർണം ഈ 2 കിലോയിൽ, ബാക്കി വരുന്ന 1300-ൽ പരം ഗ്രാം സ്വർണം ഇനിയും കണ്ടു കിട്ടാനിരിക്കുകയാണ്. അതാണ് SIT-യുടെ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ വരണം. അപ്പൊ അതൊക്കെയാണ് SIT വെയിറ്റ് ചെയ്യുന്നത്. അത്തരം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഒരു അല്പം പോലും പിന്നെ നിയമവിരുദ്ധമായി പോകുന്നില്ല എന്ന് കോടതി തന്നെ കർശന നിരീക്ഷണത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. അത് കോടതി തൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട്.